നമ്മുടെ ബൈബിളിലാണെങ്കിൽ യേശുവിന്റെ 2 വരവിനെ പറ്റി പറയുന്നത്. ഒന്നാം വരവാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി ദൈവത്തിന്റെ സ്ഥാനം മാറ്റി ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി വന്ന് ക്രൂശിതനായി ഇത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. അപ്പൊ ഈ യേശു ആണെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് കുറെ നിയമങ്ങൾ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ യേശുവിനെ ആരാധിക്കണം, എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം എന്നൊക്കെ കുറെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ട് ജീവിക്കുന്നവരും ശരിയായിട്ട് ആരാധിക്കുന്നവരെയും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനും ഇതൊക്കെ തെറ്റായിട്ട് എതിരായിട്ട് ജീവിക്കുന്നവരെയും പാപത്തിലൂടെ നിറഞ്ഞ് ജീവിക്കുന്നവരും നരകത്തിലോട്ട് തങ്ങുവാനും വേണ്ടിയാണ് 2ാം വരവായിട്ട് യേശുവിനെ ന്യായം വിധിക്കാൻ വേണ്ടി 2ാം വരവാണ്. അപ്പൊ 2ാം വരവിൽ കുറെ അടയാളങ്ങൾ അടുക്കുമ്പോഴേ കുറെ അടയാളങ്ങൾ നടക്കുമെന്ന് പറയല്ലേ, കുറെ അടയാളങ്ങൾ അല്ലാതെ നടക്കുന്നുണ്ട്. അതിൽ ഒരു അടയാളം ഇതാണ് 7 കാഹള ഊതുന്നത്. അപ്പോൾ ഓരോ കാഹളം ഓരോ സമയത്തായിട്ട് ഊതും. ഓരോ കാഹളം ഊതുന്ന സമയത്ത് ഓരോരോ അടയാളം. അപ്പോൾ ഓരോ കാഹളം ഈ കാഹളത്തിന്റെ സൗണ്ട് ലാസ്റ്റ് 7ാമത്തെ കാഹള സമയത്താണ് കേൾക്കുന്നത്. ബാക്കി സമയത്ത് കാഹളം ഓരോ അടയാളം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 1ാമത്തെ കാഹളം ഊതുന്ന സമയത്താണെങ്കിൽ ഈ ആകാശ രക്ത കളറിലെന്തോ രക്തമഴ പെയ്യുന്നുണ്ട്. ഇപ്പം അപകടങ്ങൾ, ആക്സിഡന്റുകൾ എന്ന് ന്യൂസ് നോക്കിയാൽ ആക്സിഡന്റ് വളരെ കൂടും. അപ്പം അങ്ങനെ അപകടമൊക്കെ വളരെ കൂടുന്നു. 2ാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രം വറ്റിപ്പോകും, സമുദ്രം മാറിപ്പോകുന്നു. ഇപ്പൊ സുനാമി വളരെയായിട്ട് കൂടുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കൂടുന്നുണ്ട്. പിന്നെ ഇവിടെ ബെർമുഡ ട്രയൽ അവിടെ എന്തോ വിടവ് പോലെ എന്തോ കണ്ടത്, അവിടെയാണ് വെള്ളം ഒന്ന് അടിയിലോട്ട്, സമുദ്രത്തിൽ വെള്ളം അടിയിലോട്ട് പോയി സമുദ്രം അങ്ങനെ വറ്റി വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ യൂഫ്രട്ടീസ് നദി വറ്റി പോകുന്നു. 3ാമത്തെ എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യന് സ്വാർത്ഥ ചിന്തഗതി ആയിരിക്കുന്നുണ്ട്. വെച്ചാൽ ബന്ധങ്ങൾക്ക് വില നൽകാതെ സ്വാർത്ഥ ചിന്തഗതിക്കാരാകുന്നത്. ഇപ്പം സ്വന്തം മക്കളെ വരെ, ഇപ്പൊ സ്വന്തം സുഖത്തിന് സന്തോഷം അവിഹിതത്തിന് ഇതിനൊക്കെ വേണ്ടി കുറെ പേര് ഇപ്പം സ്വന്തം മക്കളെ വരെ തല്ലിക്കൊല്ലുന്നു, അല്ലാതെ കൊല്ലുകയോ ചെയ്യുന്നതിന് മാതാപിതാക്കളെ തല്ലിക്കൊന്നു അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യുന്നു. പിന്നെ 4ാമത്തെ ആണെങ്കിൽ സൂര്യൻ ഇരുണ്ടായി പോയി, സമയം ഇപ്പം വളരെ പെട്ടെന്ന് പോകണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, പണ്ടത്തെ ക്ലോക്ക് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം നിങ്ങൾ, പണ്ടത്തെ ക്ലോക്കാണെങ്കിൽ സെക്കൻഡ് സൂചി വളരെ പയ്യാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആണെങ്കിൽ സൂചി പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ ഭൂമിയുടെ കറങ്ങുന്ന ഇതുണ്ടല്ലോ, റൊട്ടേഷൻ ആണെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ സ്പീഡ് കൂടിയതാണ്. അപ്പൊ സമയം അങ്ങനെ ഇപ്പം വളരെ സ്പീഡ് കൂടി, ഒരു വർഷമൊക്കെ വളരെ പെട്ടെന്നാണ് പോകുന്നത്, ഒരു ദിവസമൊക്കെ പെട്ടെന്നാണല്ലോ പോകുന്നത്. അപ്പൊ 5ാമത്തെ ആണെങ്കിൽ മനുഷ്യനാണെങ്കിൽ ഇപ്പൊ ഇത് സാത്താന്റെ ആരാധന, ദൈവത്തിലുള്ള വിശ്വാസം വളരെയേറെ കുറയും. സാത്താന്റെ ആരാധന, തെറ്റായിട്ടുള്ള ആരാധന, വിശ്വാസത്തിലുള്ള പൂർണ്ണമായി. അപ്പൊ ഇപ്പോഴാണ് വിഗ്രഹ ആരാധന, സാത്താന്റെ എപ്പിസ്കെപ്റ്റിയൻ ഫേഴ്സിന്റെ ഇതും അല്ലാതുള്ള സാത്താന്റെ ആരാധന ഉണ്ട്, ബലി കൊടുക്കണം. വല്ലാതെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള മുങ്ങി സ്നാനം എടുത്ത് അഭിഷേകം അന്വേഷണം, ബൈബിളിൽ പറഞ്ഞ ശരിയായിട്ടുള്ള വിഗ്രഹത്തേക്ക് ആരാധിക്കണം. ഇതൊക്കെ തെറ്റാണ്. വിഗ്രഹ ആരാധന ഭയങ്കരമായിട്ട് കൂടുതലാണ്, സാത്താന്റെ ആരാധന. അപ്പൊ ഇതൊക്കെ അന്ത്യകാലം അടുക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്. ശരിയായിട്ടുള്ള ഈ ബന്ധക്കോസ്തൽ ഈ ശരിയുള്ള ആരാധന അത് വളരെ കുറവാണ്. പിന്നെ 6ാമത്തെ ഈ യുദ്ധങ്ങൾ വളരെ ആദ്യമായി കൂടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ന്യൂസ് കാണുന്നുണ്ട്, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, ഇന്ത്യ എല്ലായിടവും തമ്മിൽ ശത്രുത യുദ്ധങ്ങളൊക്കെയാണ്. 7ാമത്തെയാണ് മധ്യാകാശത്താണ് യേശു വരുമ്പോൾ കാഹളത്തിന് നമുക്ക് സൗണ്ട് കേൾക്കും. ആ സമയത്ത് ന്യായം വിധിച്ച് ഇങ്ങനെ ഇതൊക്കെ ആവും. അപ്പൊ സാത്താനൊക്കെ വന്നിട്ട് 1000 വർഷം കൂടെ കൊടുത്തിട്ട് സാത്താനെ കൂടെ ഒരുമിച്ച് നരകത്തിലോട്ട് തള്ളുന്ന 1000 വർഷം. പിന്നെ ഇവിടെയാണ് അന്ത്യക്രിസ്തു ഭരിച്ച് ഫുള്ളും ബാക്കി വെച്ചാൽ വിശുദ്ധരാണ് ശരിയായിട്ട് ജീവിച്ചവരെ സ്വർഗ്ഗത്തിലോട്ട് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഇവിടെ അന്ത്യക്രിസ്തു ഭരിച്ച് നരകിച്ച് കരഞ്ഞ് ജീവിക്കുന്നവർ. അപ്പം ബൈബിൾ ശരിക്കുള്ള ഗ്രന്ഥമാണ്, യേശു ശരി ദൈവം ഒരു തെളിവും കൂടെയാണ് ഇതിപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ വെച്ച് നമുക്കത് മനസ്സിലാക്കരുത്. വേറെ ഒരു ഗ്രന്ഥത്തിലും ഇതിനെപ്പറ്റി പറയുന്നില്ല, ബൈബിളിൽ മാത്രം പറയുന്നത്. സോ വിശുദ്ധ ജീവൻ നയിക്കുക, ശരിയായിട്ടുള്ള ആരാധനയും യേശുവിനെ മാത്രം പ്രാർത്ഥിക്കുക, ആരാധിക്കുകയും ചെയ്യുക.